പരിപാടി മക്കളെ. ഇന്നലെ നമ്മളീ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണല്ലോ ചെയ്ത്. ഇന്ന് നോക്കിയതിൻ്റെ വ്യൂ ഈ സാധനം കാണാൻ പോലും ഇല്ല. കണ്ട ഒരു തരി പോലും കാണാല്ലേ. നോക്കി യാതൊരു സൈഡില് ഒന്നും കാണാനില്ല. കാരണം ഒന്നും കാണാനില്ല. നോക്കി ഇവിടുത്തെ വ്യൂ ക്ലൈമറ്റ് ഇതൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. യാതൊരു സാധനമാണ്. ഗ്ലാസ് ഹൗസ് ഉണ്ട്. അല്ലേ ഗ്ലാസ് ഹൗസ് കണ്ടില്ലേ. ഇന്ന് ഈ നേരത്തൊക്കെ വരുമ്പോൾ നല്ല തിരക്കുന്നുണ്ട്. ഞാൻ രാവിലെ 8 മണിക്ക് എൻ്റെ പിന്നെ 8 മണിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഞാൻ പക്ഷേ 8 മണിക്ക് ഞാൻ അവിടെ നിന്ന് വരുന്നു പറയാം. എന്നിട്ട് ചെയ്യാം. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. കിടന്നിട്ട് മലർന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. दीदी का वीडियो. हाय हाय बोलो. हाय. ये आपका बेटी है? हाँ. ओए हाय. दीदी रखो नहीं रखो दीदी. ए दीदी. हाय. നമുക്ക് നമ്മുടെ ദീദിയെ വന്നിട്ട് ഇന്നലത്തെ സെയിം സാധനം തന്നെ കൊണ്ടു കൊടുക്കും മക്കളെ. എന്തോരം ഫുഡ് ഇത്ര ചോറൊക്കെ നോക്കി. കുന്ന ചോറുണ്ട്. എന്തോരം ചോറല്ലേ. എന്താ ചെയ്യാ കഴിക്കണേ. ഭാഗമൊന്നുമില്ല. എൻജോയ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇവിടെ റെസ്റ്റ് എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, ക്ലൈമറ്റ് ആസ്വദിക്കുക. അതന്നെ. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ അവസ്ഥ. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ. ഇവിടെ ഓരോ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ സംഭവിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനും പലതും നോക്കാറുണ്ട്. ഇതൊക്കെ സ്ക്രിപ്റ്റ് അല്ല, ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ല, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഞാൻ എങ്ങനെ കൊപ്പി പരിചയം സ്ക്രിപ്റ്റ് ആണെന്ന് പറയാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള ഞാൻ അല്ല പരിചയപ്പെടാൻ അങ്ങനെയല്ല. അവർ പറയുന്നത് വെച്ചാല് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഒരു അധ്യാപകൻ 10th മെമ്പർ ആയിട്ട് അവര് മിനിസ്റ്റർ നോക്കാൻ പറയൂ. പ്രൊമോഷൻ ഒന്നല്ലല്ലോ. അല്ലാതെ നിങ്ങൾ നോക്കിയിട്ട് പേര് എടുത്ത് പറഞ്ഞാൽ മതി. ഇതോ ഇതിലെവിടെയാണ് മാസമായിട്ടുള്ള എവിടെ? മൂത്തോറിയ മോളോട്ട്. അതാണ് ട്യൂഷൻ സെന്റർ. ട്യൂഷൻ സെന്റർ. ഓക്കെ. ഇന്നത്തെ പരിപാടി ഇപ്പോൾ 2 മണി 3 മണി ആയതുകൊണ്ട് ഇപ്പോൾ സമയം. ഇവിടെ മുകളിൽ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാൽ ഇവിടെ ഇരിക്കല്ലേ. അയ്യ ബാക്ക്ഗ്രൗണ്ടിൽ ഐസ്മല കണ്ടു തുടങ്ങിയ ഇല്ലേ. ഒരു ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. നമ്മളീ ഈ നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. പോയേക്കാം. നമുക്ക് അവിടുന്ന് പോരണമെന്ന് പറഞ്ഞാൽ ഈ കയറ്റം കയറി പോകണം. എന്താ ബുദ്ധരെ ബാക്കിക്കാവുന്നുണ്ട്. പോയി നോക്കി നോക്കാം എന്തായാലും. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ നോക്കി. യാതൊരു രസമാട്ടോ. എന്താ കൊടംപുളിയാണോ? കൊടംപുളി നല്ല വേർന്നതാണിത്. കൊടംപുളി പോലെ തോന്നുന്നുണ്ട് പെട്ടെന്ന് കണ്ടത്. 2 സൈഡ് ബുദ്ധനെ ഇന്ന് കാണണേ. നോക്കി ഇരുന്നുണ്ട്. അത്യാവശ്യം വലിയ കയറ്റാട്ടാ. നാളെ ഇവിടെ നിന്ന് ഇറങ്ങണം. നാളെ കാലത്ത് 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം. ധൃതിയൊന്നുമില്ലല്ലോ. ഫുള്ളിറക്കല്ലേ. അല്ല ഫുള്ളിറക്കല്ല. ഇവിടുന്ന് ആദ്യം കുത്തണ്ട ഇറക്കം കഴിഞ്ഞിട്ട് പിന്നെ ആ പീലിങ്ങിൻ്റെ ബോർഡ് വെച്ച് തന്നെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കയറ്റുണ്ട്. ആ കയറ്റം തള്ളണം. 3 കിലോമീറ്റർ തള്ളാൻ 1.5 മണിക്കൂർ പിടിച്ചോ. റോഡ് മോശം റോഡാണ്. അങ്ങനെ അയ്യോ കതച്ചൂലോ. എത്ര നാളായിട്ട് സൈക്കിൾ ഓട്ടണമെന്നാലും നടന്ന് കയറുമ്പോൾ കിതക്കണേ ഒരു കുറവില്ല. ചൂടാണ്ട് കാല് ഇന്നലെ സൈക്കിളൊക്കെ തള്ളിയിട്ട് കാലൊക്കെ വേനിക്കുന്നുണ്ട്. മുകളിലെത്തിയിട്ട് വരാട്ടാ. നമ്മളങ്ങനെ സ്റ്റാച്ചുവിൻ്റെ ബാക്കിലെത്തി. കണ്ടില്ലേ
നടന്ന് ഇത്ര വലിയ സ്റ്റാച്ചുവിനേക്കാൾ ലൈറ്റിൽ കയറിയിട്ടാ. സ്റ്റാച്ചുവിനേക്കാൾ ലൈറ്റിൽ കയറിയിട്ടില്ല. ഇതും കൂടി കയറി കഴിഞ്ഞാൽ സ്റ്റാച്ചുവിനേക്കാൾ ലൈറ്റോ. ഇവിടെ ഐസുമല ഇവിടെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഏത് ഭാഗത്താ? ഓ എന്തൊരു വ്യൂ നോക്കി. ആ സൈഡാവുന്നുണ്ട് കണ്ടിട്ടാണത്. ഇതിൽ കൂടെ ഇങ്ങോട്ട് കയറാൻ വഴിയുണ്ടോ? ഇവിടെ എവിടെ ഐസുമല ഉണ്ടായിരുന്നു, കാണാനില്ല. മുകളിലത്തെ ഭാഗം കൂടി പോകേണ്ടി വരും. എന്തായാലും പുറത്തേക്ക് പരിപാടി ഒന്നുമില്ല. ഇതും കൂടി കയറാം. എന്തായാലും ഉണർച്ചയല്ലേ. ഇവിടെ റാണി ദുങ്ക എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ട്രക്കിംഗ് ഉണ്ട്. 3.5-4 മണിക്കൂറത്തെ ട്രക്കിങ്ങാണ് വൺ സൈഡ് കിട്ടാ. ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോവാം. കാടിൻ്റെ ഉള്ളിൽ കൂടിയാന്ന് പറഞ്ഞത്. സീന് സാധനമാണ് പറഞ്ഞത്. പോകണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും കിട്ടാപ്പോൾ എന്ത് ചെയ്യുക? അതാണ് മുകളിൽ ഇങ്ങനെ റോട്ടി വളഞ്ഞ് പറഞ്ഞാൽ ഇത് ഷോർട്ട് കട്ടുണ്ട് പോകുന്നുണ്ട്. ഷോർട്ട് കട്ടിന് തോന്നുന്നുണ്ട് കയറാം. മോളിക്കത്തട്ടേട്ടാ. അതിൻ്റെ ഏറ്റവും മോളിക്ക് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ കാണാനുള്ളത്. എന്തിട്ടാണാവത്? ഇവിടെ നിന്ന് ആൾക്കാർ പിടിക്കാനാവുമല്ലോ പറഞ്ഞിട്ട്. എന്ന് ചാവങ്ങ അധികമാണ്. ആ ഇതെവിടെ ശവങ്ങത്തി കാണതാ കണ്ടില്ലേ? ശവങ്ങത്തി കാണുന്ന തന്നെയാണല്ലേ? ആണോന്നുണ്ട്. അല്ലെങ്കിൽ നല്ല പൂജി അങ്ങനത്തെ എന്തോ പരിപാടിയാണിത്. ഇതിൻ്റെ മുകളിൽ അങ്ങോട്ടൊരു വ്യൂ പോയിൻ്റ് കാണാറുണ്ട്. അങ്ങോട്ടും കയറിയൊക്കെ ഒന്ന് നിർത്തിയിരിക്കുമല്ലോ എന്തായാലും. ഓ അയ്യ, എന്തായാലും ഇവിടെ വന്നിട്ട് ഇതും കൂടി കയറട്ടോ. ഇനി ഇവിടെ അടിക്കല്ല, റോഡ് ഇവിടെ കഴിഞ്ഞൂല്ലേ. അവിടെ നിന്ന് മോളിക്കേണ്ടതും കൂടി കയറാം. ഈ മരത്ത് മുതൽ ചെടികളൊക്കെ ഉണ്ടോ? അതിന് സൈഡിലാണ്. ഇവിടെ എന്തോ 2 വഴിയുണ്ട്. എന്തൊരു ഇത് മറ്റേ മോണാസ്ട്രി പണ്ടത്തെ ആണ് കേട്ടോ. ഇതൊരു കാടാലോ എൻ്റെ പൊന്നു. എത്ര കാലം പണ്ടത്തെയാണ് ഓട്ടത്. കാണുമ്പോൾ തന്നെ പേടിയാണ്. നോക്കി ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് വ്യൂ കുറവാണ്. ഇതാണ്ട് ഇതിലത്തെ ഏറ്റവും അവസാനത്തെ മോണാസ്ട്രി വരുന്നത്. ഇപ്പോൾ പൊളിഞ്ഞു പാസ്സായി പോയില്ല കേട്ടോ. ഉണ്ടല്ലേ, ഇങ്ങനെയാണ് പരിപാടി മക്കളെ. Yeah. നമുക്ക് പോവാം. മോണാസ്ട്രി കിട്ടിയിട്ടുണ്ട്. ഈ ഫ്ലാഗിലൊക്കെ ബുദ്ധരെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വായിക്കാറില്ലേ. ചൈനീസ് ഭാഷയാണുണ്ട്. ചൈനീസ് നേപ്പാളിയുടെ ഭാഷയാണുണ്ട്. ഭയങ്കര പഴക്കം ചെന്നിട്ടുള്ളാട്ടത് കാണാം. എന്താ പുല്ലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഈ മരങ്ങൾ നോക്കി കൊടുത്തേ. ഇത് എന്തിട്ട് മരത് കാണുമ്പോൾ എന്തോ പോലെ പ്രേതങ്ങൾ പറഞ്ഞിട്ടുള്ള പഴം എന്താണ്. അങ്ങനെ നമ്മുടെ ഫീലിങ്ങിലെ ഏറ്റവും അവസാനത്തെ മോണാസ്ട്രി വരെ നമ്മൾ കണ്ടിട്ട് പോന്നിരിക്കുകയാണ് മക്കളെ. കണ്ടില്ലേ എന്തായിട്ടില്ല നോക്കി. ഇന്നലെ ഇവിടെ മഞ്ഞുമല കണ്ടത് ആ ഭാഗത്താവുന്നതുകൊണ്ട് കണ്ടത്. അത് അവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ.
പക്ഷെ കറക്റ്റ് അവിടെ മാത്രം ഈ പുകയിട്ട് നിൽക്കണമല്ലോ പുകയിട്ട് നിൽക്കാൻ കാണാനില്ല. അവിടെ ഒരു 3 വെള്ളച്ചാട്ടം ഒരുമിച്ച് വീണുണ്ട്. അത് കിടപ്പ സ്ഥലമാവും അത്. പക്ഷെ ഇങ്ങനെ പോവാന്നറിയില്ല. ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ എങ്ങനെയും അങ്ങോട്ട് എത്തും. സൈക്കിളായ കാരണം സൈക്കിൾ തള്ളിക്കൊണ്ട് വയ്യ. അത് കാരണം നല്ല ഞാൻ കിടപ്പനായിട്ട് അങ്ങോട്ട് എത്തിയില്ലോ. ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ നോക്കി അതൊരു സൈഡിൽ. നേരത്തെ നമ്മൾ കയറി വന്ന് കയറ്റാട്ടാ. ഇവിടെ കണ്ടില്ല എല്ലാ സ്ഥലത്തും 2 നായ്ക്കൾ വെച്ചിട്ടുണ്ടാവും. അവരുടെ കോമ്പൗണ്ട് കിടക്കാൻ സമയമില്ല അവർ. നാടൻ നായ്ക്കളെ തണു പോരാം. അങ്ങനെ ഇത് മൊത്തം ഇറങ്ങണം വീണ്ടും. അങ്ങനെയാണ് പരിപാടി നോക്കണം. ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ എഴുതി കാണാനില്ല. എന്തെങ്കിലും ഡീറ്റെയിലൊക്കെ നോക്കണം. അങ്ങനെ നോക്കളെ. അപ്പം ശരി, നമുക്ക് അടിയിലെത്തിയിട്ട് അടുത്ത പരിപാടികൾ നോക്കാം. നമ്മൾ നിന്ന വീട് ഇതാട്ടാ. ഇതിൻ്റെ ഇവിടെ മറ്റേ ഏലക്കായ കൃഷിയുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഏലക്കായ. പിന്നെ അടിയിൽ 2-3 കൊണ്ട് കൊണ്ടുപോകത്ത് ദീദി ഏലക്കായ പൊട്ടിക്കുന്നു. ഏലക്കായ കാണാനില്ല. ഇസ്മേ നെയ്യേ ഇലാച്ചി ആ ഉണ്ടായിട്ടില്ല പറഞ്ഞേ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലേക്കാളും കുറച്ച് വലിയ ടൈപ്പാണ് തിന്നെ. നല്ല വേറെ വീടുകൾ നോക്കി നമുക്ക് അടിക്കുന്ന ഇറങ്ങി നോക്കിയേക്കാം. എന്തായാലും സൈഡിലൂടെ വന്നിട്ട് അടിക്കുന്ന ഇറങ്ങിയില്ല വേണ്ട. വഴിയൊക്കെ നോക്കി ഇവിടെ പാമ്പൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞേ. രണ്ടിൽ ഇവിടുത്തെ വീടൊക്കെ കണ്ടിട്ടില്ല. അയ്യോ ബാത്റൂമാണ് നോക്കുക. ഓപ്പൺ ബാത്റൂമാണ്. കണ്ടില്ല എനിക്ക് വീടൊക്കെ. ഇവിടെ ഈ പാറയുടെ മുകളിലുള്ള ചെടി വരെ നോക്കി. ഇതുമൊക്കെ എന്തോ സാധനം ഉണ്ട് കേട്ടോ. എന്തോ കൂട് കൂട്ടിയിട്ടുള്ള ഉണ്ട്. എന്തോ സാധനം ഉണ്ട് അമ്മ. ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വീടാകുന്നു കേട്ടോ. നല്ല രസമുണ്ടല്ലോ എനിക്ക്. മരത്തിൻ്റെ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഉണ്ടല്ലേ ബുദ്ധേരെ ബാക്കിൽ. പരിപാടി നോക്കളെ. ഇവിടെയൊക്കെ കാട് പിടിച്ചെടുക്കട്ടെ. ഇവിടെ പാമ്പില്ല എന്ന് പറഞ്ഞവർ. ചൂടുകാലം ഇടയ്ക്ക് വല്ലതും വന്നു അത്ര തന്നെയാണ് പറഞ്ഞത്. ഇവർ ഇവിടെ തന്നെ ചെറിയ തരത്തിൽ കൃഷികളൊക്കെ ഉണ്ട്. ഏലക്കായ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം വീണെടുന്നു അടിച്ചിരിക്കരുതിട്ട്. അത് ഇരിനെ ആ കുട്ടീനെയും കാണാൻ സെയിം. രണ്ടിനും മോന്ത കറന്ന് നോക്കിക്കോട്ടെ. കറക്റ്റ് ലെവലെന്ന് അറിയില്ലേ. अगस्त का स्पेशल क्या है? अगस्त 15 का देखिए क्या है, क्या पकाया है? ये क्या है? ये आलू है। आलू ये वाला ये आलू नहीं है। ये क्या है? मछली मछली हाँ। ये गुंदरुक है। गुंदरू का ये वाला ये वाला राजमा दाल ओके। इसको कोस हाँ ये सब्जी है। सब्जी वो लड़ा में ऐसा कारा वाला। स्पेशल ऑर्गेनिक हाइजीनिक है। हाइजीनिक ओके। स्पून से खाएगा हाथ से खाएगा? हाँ हाथ से खाएगा। ठीक है ओके।